ഹലോ എവരിവൺ. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്ലിപ്കാർട്ടിൽ ധമാക്ക സെയിൽ ഓപ്ഷൻ യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഫാഷൻ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫാഷൻ ട്രെൻഡ്സിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ധമാക്ക സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ധമാക്ക സെലക്ഷനിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ടീഷർട്ട്, ക്രൗൺ നെക്ക്, ഇപ്പം 200 to 300 പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാറ്റേൺ, പ്രിന്റഡ്, സ്ലീവ്, ഫുൾ സ്ലീവ് ആണോ ഹാഫ് സ്ലീവ് ആണോ അതിനനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ധമാക്ക സെലക്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നമ്മുടെ സെയിൽസിന് 2x ഹയർ കൺവേർഷൻ നൽകുമെന്നാണ് ഇവര് അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. സൈഡിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആണോ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടായി ടീഷർട്ട്. അതുകൊണ്ട് നമുക്ക് ആ ടീഷർട്ട് നമുക്ക് ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ അടിച്ചു കൊടുക്കുമ്പോൾ ടീഷർട്ടിന് അടിച്ചു കൊടുക്കുമ്പോൾ പല സെക്ഷനിലുള്ള ടീഷർട്ട് ഉണ്ടാവും. കിഡ്സിൻ്റെ ഉണ്ടാവും, പിന്നെ അത് ലേഡീസിൻ്റെ ഉണ്ടാവും, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീഷർട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ അതിൽ നമ്മുടെ ടീഷർട്ട് ഏതാണോ ആ ഒരു ടീഷർട്ട് നമ്മൾ ഇപ്പോൾ ടോപ്പ് വെയർ ടീഷർട്ട് എന്നുള്ള ഓപ്ഷനാണ്. ടോപ്പ് വെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടീഷർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ കുറേ ഓപ്ഷൻസ് വന്ന് കിടപ്പുണ്ട്. പല ടൈപ്പ് ഓഫ് റൗണ്ട് നെക്ക് ഉണ്ട്, അതുപോലെ തന്നെ കോളർ ടൈപ്പ് ഓഫ് ടീഷർട്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടീഷർട്ട്. അപ്പം നമ്മൾ ഏത് ധമാക്ക സെലക്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതിൻ്റെ മെയിനായിട്ടൊരു ഫിൽറ്ററിങ് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പം പാറ്റേൺ, സോളിഡ്, മൾട്ടി കളർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ടീഷർട്ട് ഇതിൽ ഏത് ഓപ്ഷൻസിലാണ് പെടുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം മേളിലാണെങ്കിൽ ആ ഒരു പിന്നെ ഫിൽറ്റർ ഓപ്ഷൻ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഗ്ലിച്ച് ആയിരിക്കും. ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കാണുമായിരിക്കും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് പ്രൊഡക്റ്റ് ടൈപ്പ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കളേഴ്സ്, പാറ്റ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിത് ഫിൽറ്റർ ചെയ്ത് നോക്കാം. ഏതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഇപ്പം നമുക്ക് 400 to 500, 400 to 500 ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടീഷർട്ട് റൗണ്ട് നെക്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ കളറ്, ഓക്കെ, കളറ് നമുക്ക് ടീഷർട്ട് പോളോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോളോ ടീഷർട്ടാണ്, കോളർ ടീഷർട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കളറ് നമുക്ക് ബ്ലാക്കും വൈറ്റും ആണ് നമുക്കുള്ളത്. അപ്പം ബ്ലാക്കും വൈറ്റ് നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കാം, അതുപോലെ തന്നെ വൈറ്റും കൊടുക്കാം. പിന്നെ നമുക്ക് പാറ്റേൺ അത് നമുക്ക് ഇപ്പോൾ കൊടുക്കേണ്ട, നമുക്ക് അപ്ലൈ ചെയ്ത് പക്ഷേ ഒന്നും കാണിക്കുന്നില്ല. ആ ഒരു സെക്ഷനിൽ അങ്ങനെ ഒരു ഓഫർ ഉണ്ടാവില്ല. ചിലപ്പം ചില സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഓഫേഴ്സ് കാണിക്കത്തുള്ളൂ ധമാക സെലക്ഷനിൽ. അപ്പം ധമാക സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി കളക്ഷൻസ് ഓഫ് പ്രൊഡക്റ്റ് നിങ്ങളുടെ ലിസ്റ്റിങ്ങിൽ ഉണ്ടെങ്കിൽ അത് ഇതിലോട്ട് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ധമാക സെലക്ഷൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഒരു പ്രൈസിങ് മാത്രം നമുക്ക് ഫിൽറ്റർ ചെയ്ത് നോക്കാം, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പോളോ ടീഷർട്ട് പോളോ ടീഷർട്ടാണ് എല്ലാം കാണിക്കുന്നത്. പോളോ ടീഷർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പോളോ ടൈപ്പ് ഓഫ് ടീഷർട്ടിനാണ് പോളോ ടീഷർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് എത്ര സോൾഡ് ചെയ്തു, എത്രയാണ് ഇപ്പം കണ്ടോ, പോളോ ടൈപ്പ് ഓഫ് ടീഷർട്ടാണ് ഇതെല്ലാം. അപ്പം ലാസ്റ്റ് മന്ത് എത്രയാണ് സോൾഡ് ചെയ്തതെന്നൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് കൂടുതൽ റീച്ചും കിട്ടുന്നത് ഇതിലൂടെയാണ്. എത്ര പേര് ഇത് ഈ ഒരു പിന്നെ ഓപ്ഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, റൗണ്ട് നെക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ
ടീഷർട്ട് വരുന്നത് റൗണ്ട് നെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പ്രൈസ് വരുന്നത് 400 to 500 ആണ്. അപ്പം നമുക്ക് ഇതിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് ഇതിൽ. വേറെ നോക്കാം, ടീഷർട്ട് റൗണ്ട് നെക്ക് ഉണ്ട്. അതിൽ 400 to 500 പ്രിന്റഡ് മൾട്ടി കളർ, എന്തുവേണം മൾട്ടി കളർ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള 400 to 500 ഉള്ളിൽ നിൽക്കുന്ന ടീഷർട്ട് എല്ലാം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ മാസത്തെ സെയിൽസ് നോക്കുവാണെങ്കിൽ 1.2K യൂണിറ്റ് സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവര് 1.2K യൂണിറ്റ് ആണ് സോൾഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ കൂടെയാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ്. അപ്പം ഇതിലിട്ടിട്ട് നമുക്ക് കൂടുതൽ വിസിബിലിറ്റിയും, നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ വാങ്ങിക്കുന്നതുമാണ് നമ്മുടെ ടീഷർട്ട്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആഡും കൊടുക്കുക. ലിസ്റ്റിംഗ് കൊടുത്തതിന് ബൾക്ക് ലിസ്റ്റിങ്ങും സിംഗിൾ ലിസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ സിംഗിൾ ലിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ബ്രാൻഡിന്റെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാം ബാക്കി പഴയ പോലെ തന്നെയാണ്. സിംഗിൾ ലിസ്റ്റിംഗ് എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇത് ചെയ്ത് നോക്കുക, ഇതെങ്ങനെയുണ്ടോ നോക്കുക. നമ്മുടെ സെലക്ഷൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങളുടെ സെയിൽസ് ഡിഫറൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക.